നമസ്കാരം. പ്രധാന വാർത്തകൾ. യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ. ശ്രേഷ്ഠ കാതോലിക്ക ബാബയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് അഭിഷിക്തനായി. ലെബനൻ താഴ്വരകളെ സാക്ഷിയാക്കി യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ. പുതിയ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് സ്ഥാനമേറ്റു. ബെസേലിയോസ് ജോസഫ് കാതോലിക്ക എന്നാകും ഇനി സ്ഥാനപ്പേര്. അന്തോക്യ സിംഹാസന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമെന്ന് സഭയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാബ വ്യക്തമാക്കി. ബെയ്റൂത്തിലെ അച്ചാന സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാർത്തിയാർക്കീസ് ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെയും 700-ലധികം വരുന്ന വിശ്വാസി സമൂഹത്തെയും സാക്ഷിയാക്കിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണം നടന്നത്. കാത്തിരുന്ന പുണ്യനിമിഷം വന്നെത്തിയ സന്തോഷത്തിലാണ് വിശ്വാസികൾ. നടൻ മനോജ് ഭാരതിരാജ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. പ്രമുഖ സംവിധായകൻ ഭാരതി രാജയുടെ മകനാണ്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 18 സിനിമകളിൽ അഭിനയിച്ചു. അച്ഛൻ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. 1 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയനായിരുന്നു. അതിനുശേഷം വീട്ടിൽ ചികിത്സയിലായിരുന്നു. സ്കൂൾ ബസ് ലോറിക്ക് പിന്നിലിടിച്ച അപകടം. 19 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. തൃശൂർ ചാവക്കാട് മണത്തലയിലാണ് സംഭവം. പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഒരുമനയൂർ നാഷണൽ ഹുദ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ലോറി പെട്ടെന്ന് നിർത്തിയതോടെ പിറകിൽ വന്ന സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ഗ്ലാസ് തകർന്നു. കുട്ടികളുടെ കൈക്കും മുഖത്തും പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ബസ്സിൽ മോഷണം. ബംഗളൂരുവിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള യാത്രയിൽ മലയാളി വിദ്യാർത്ഥിനിയുടെ ബാഗ് നഷ്ടപ്പെട്ടു. ബംഗളൂരു കലാശിപ്പാളയത്ത് വെച്ചാണ് സ്വകാര്യ ബസ്സിൽ മോഷണം നടന്നത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. തൃക്കരിപ്പൂരിലേക്ക് പോകുന്ന സ്വകാര്യ ട്രാവൽ ബസ്സിലാണ് സംഭവം ഉണ്ടായത്. മലയാളിയായ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയുടെ ഹാൻഡ് ബാഗാണ് നഷ്ടമായത്. ഫാത്തിമ ശുചിമുറിയിൽ പോയി മടങ്ങി വന്നപ്പോഴേക്കും ബാഗ് നഷ്ടപ്പെട്ടിരുന്നു. അജ്ഞാതൻ ബസ്സിനകത്ത് കയറി ബാഗ് മോഷ്ടിക്കുകയായിരുന്നു. പണവും ATM കാർഡും ID കാർഡുകളും അടക്കം സകലതും നഷ്ടപ്പെട്ടെന്ന് ഫാത്തിമ പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഫാത്തിമ. സംഭവത്തെ തുടർന്ന് കലാശിപ്പാളയ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചന കേസ്. കൊച്ചിയിലെ സംഗീത നിശയുടെ മറവിൽ 38 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം സൗത്ത് പോലീസിന്റേതാണ് നടപടി. കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശയുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് കേസ്. മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശമെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല.